ഇപ്പം ഇതിൽ നമ്മളിപ്പോൾ നോർമലി ഒരാൾ ചിന്തിക്കുകയാണ്, എനിക്ക് അടുത്ത ജന്മം ഒരു ബ്രാഹ്മണനായി തീരണം, അടുത്ത ജന്മം എനിക്കൊരു അംബാനി ആയി തീരണം, അടുത്ത ജന്മം എനിക്കൊരു മോഹൻലാലായി തീരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ചിന്താഗതിയും ആ ചിന്താഗതിയുമായിട്ട് യോജിക്കുമോ? ഒരിക്കലുമില്ല. ആത്മാവിന്റെ സങ്കല്പം എന്ന് പറയുന്നത് തികച്ചും ഡിഫറെൻ്റ് ആണ്. എന്താണ് അഭിപ്രായം? ആത്മാവുണ്ടോ ഇല്ലയോ? ശരീരം മുഴുവനുമായിട്ട് നിൽക്കുന്ന ഇത്തരം കോശങ്ങളിൽ, ആനന്ദമയമായിരിക്കുന്ന കോശങ്ങൾ, പ്രാണമയമായിരിക്കുന്ന കോശങ്ങൾ, ഇതെല്ലാം കൂടി ചേരുന്ന ഒരവസ്ഥയാണ് മനസ്സും ആത്മാവും ബുദ്ധിയും ഒക്കെ തന്നെ. ഈ അരച്ച അരിമണിയിൽ ഒരംശം ജീവാത്മാവായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഇഡ്ഡലി ആയിട്ട് കഴിച്ചു. ഇഡ്ഡലി ആയിട്ട് കഴിച്ചത് രക്തമായിട്ട് വന്നു. രക്തമായിട്ട് വന്നത് മറ്റ് അവസ്ഥാന്തരങ്ങളിലൊന്നും തന്നെ നിങ്ങൾക്ക് മലാംശമായിട്ട് പോയില്ലെങ്കിൽ, വേർപ്പായിട്ടോ രേതസ്സായിട്ടോ ഇപ്പം നമ്മൾ മൂക്കള കണ്ണിര ആയിട്ടൊന്നും പോയില്ലെങ്കിൽ, അത് ബ്ലഡിലേക്ക് കയറിയെങ്കിൽ, ആ ബ്ലഡ് ഒരു ബീജമായെങ്കിൽ, ആ ബീജം ഒരു അണ്ടവും വേറെ ഒരു ഇതായിട്ട് ചേരുന്ന സമയത്ത്, ഒരു കണക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ബീജങ്ങളിൽ ഒരു ബീജമായി മാറിയെങ്കിൽ, ആ ഒരു ബീജം അണ്ടത്തിലേക്ക് കയറിയെങ്കിൽ ത്രിവേണി, ഈ ആത്മാവിന്റെ സങ്കല്പം എന്ന് പറയുന്നത് തികച്ചും ഡിഫറെൻ്റ് ആണ്. ഓരോ ആൾക്കാരും കാണുന്നതും കേൾക്കുന്നതും വിശ്വസിക്കുന്നതും പൂർണ്ണമായിട്ടും തികച്ചും വിഭിന്നമാണ്. നമ്മുടെ ജീവിതചര്യയിൽ നമ്മൾ വിശ്വസിക്കുന്ന കുറേ തലങ്ങളുണ്ട്. അതായത് ആത്മാവുണ്ട്, ഈ മരണം കഴിഞ്ഞാൽ ആത്മാവ് വേറെ ജന്മമെടുക്കുന്നു, പഴയ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ തീർത്തതിന് ശേഷം അടുത്ത ജന്മത്തിൽ, ഇങ്ങനെ ഒരുപാട് പല ഇൻഫർമേറ്റീവായിട്ടും ടോക്സിക്കായിട്ടും ഉള്ള, ഞാൻ ടോക്സിക് എന്ന വേർഡ് ഉപയോഗിക്കുന്നത് തന്നെ തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ പല ആൾക്കാരത് പറയുന്നു. അപ്പോൾ അത് തിരുത്താൻ ശ്രമിച്ചാൽ നല്ലത്. ഞാനും 100% പെർഫെക്റ്റ് എന്നല്ല പറയുന്നത്. നമ്മൾ ഇങ്ങനൊരു സംഭവം ആൾക്കാരിലേക്ക് പറയുമ്പോൾ അതിൻ്റെ ഓതൻറ്റിസിറ്റി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ തിരുമേനിയുടെ സജഷൻ എന്താണ് അഭിപ്രായം? ആത്മാവുണ്ടോ ഇല്ലയോ? ആത്മാവെന്ന് പറഞ്ഞാൽ, അതായത് ഇതൊരു വലിയ വാസ്റ്റ് സബ്ജക്റ്റാണ് പ്രദീപ്. അഞ്ച് കോശങ്ങളിൽ കൂടിയാണ് നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നതെല്ലാം. ഇത് തന്നെയാണ് ആത്മാവെന്ന് പറയുന്ന ഒരു സംഗതി. ഇത് നമുക്ക് അന്വേഷിച്ച് പോയാൽ ശരീരത്തിലൊരു എന്താ പറയുക, ഒരു ശരീരത്തിൽ കരൾ പോലെ അല്ലെങ്കിൽ ഒരു ഹൃദയം പോലൊരു സംഗതി അല്ല. ശരീരം മുഴുവനുമായിട്ട് നിൽക്കുന്ന ഇത്തരം കോശങ്ങളിൽ, ആനന്ദമയമായിരിക്കുന്ന കോശങ്ങൾ, പ്രാണമയമായിരിക്കുന്ന കോശങ്ങൾ, ഇതെല്ലാം കൂടി ചേരുന്ന ഒരവസ്ഥയാണ് മനസ്സും ആത്മാവും ബുദ്ധിയും ഒക്കെ തന്നെ. ഇതാണ് ഇന്നർ പാത്ത് എന്ന് പറയുന്നത്. നമ്മുടെ അകത്തെ സഞ്ചാരം ഇങ്ങനെയാണ്. ഇതിൽ പ്രധാനമായിട്ടും അങ്ങ് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ 10 വായുക്കളുണ്ട്. പ്രാണൻ, അപാനൻ, ഉദാനൻ, വ്യാനൻ, സമാനൻ, അങ്ങനെ 5 വായുക്കളും. നാഗൻ, ക്രകലൻ, കൂർമൻ, ധനഞ്ജയൻ, സഞ്ജയൻ, ഈ 5 ഉപപ്രാണന്മാരുണ്ട്. ഈ 5 10 ഉപപ്രാണന്മാർ ചേരുമ്പോഴാണ് നമ്മുടെ അകത്തെ വായു സഞ്ചാരം മുഴുവനായിട്ട് നടക്കുന്നത്. ഈ വായുക്കളുടെ ചംക്രമണമാണ് രക്തത്തിൻ്റെ ചംക്രമണത്തിന് കാരണമാകുന്നത്. അതുതന്നെയാണ് ചിന്തകൾക്ക് കാരണമാകുന്നത്. ആ ചിന്തകളിൽ നിന്നുണ്ടാകുന്നത് ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ ബുദ്ധിയിലേക്കാണ്. ബുദ്ധി സമാഹരിച്ചു വച്ചിരിക്കുന്ന വിജ്ഞാനത്തിലേക്ക്, വിജ്ഞാനമയമായിരിക്കുന്ന കോശങ്ങളിൽ നിന്നാണ് അതിൻ്റെ മറുപടികൾ കിട്ടുന്നത്. അപ്പോൾ ഇതൊരു അകത്ത് നടക്കുന്ന ഒരു ഇന്നർ ആയിട്ടുള്ള സംഗതിയാണ്. ഇത് തന്നെയാണ് ഇതിനെല്ലാം കൂടി ക്രോഡീകരിച്ച ആത്മാവെന്നാണ് പറയുക. ഇതാണല്ലോ ശരനൂൽ എന്ന് പറയുന്നത്. അതെ അല്ലേ? അതെ. അതിൻ്റെ ഈ ആത്മാവിൻ്റെ ഈ 9 പ്രാണനുകളും നമ്മുടെ ശരീരമാകുന്ന സ്ഥൂല ശരീരത്തെ വിട്ടുപോകുമ്പോഴാണ് മരണം എന്ന് പറയുന്നത് സംഭവിക്കുന്നതും. 10ാമത്തേതായ ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണൻ, അങ്ങ് നേരത്തെ പറഞ്ഞ ഓറ എന്ന് പറഞ്ഞ സംഗതി, അതിനെയാണ് ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണൻ. അയാളെയാണ് പ്രേതം എന്ന് പറയുന്നത്. 9 ദിവസവും നമ്മൾ ബലിയിട്ടിട്ട് 10ാമത്തെ ദിവസം പിണ്ടം വെക്കുന്നത് ധനഞ്ജയന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു സംഗതി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന വിശപ്പും ദാഹവും ഒക്കെ ആ പിണ്ടത്തിലേക്ക് വരികയും, മരിച്ചുപോയ ആളാണ് ഈ പിണ്ടം എന്ന്, പിണ്ടത്തിന് അതിനൊരു രൂപം കൊടുക്കുക. ഇപ്പം മരിച്ചു, അച്ഛനോ അമ്മയോ ഒക്കെ മരിച്ചു, ആ പിണ്ടം അച്ഛനാണെന്ന് കരുതിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ജലത്തിൽ നിന്നുണ്ടായ ജീവനെ ജലത്തിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു. ജലത്തിൽ നിന്നാണ് ജീവൻ ഉണ്ടായത്, അല്ലേ? പുനർജന്മമാണ് വിഷയം. പുനർജന്മം ഉണ്ടോ? പുനർജന്മം ഉണ്ട് എന്നുള്ളതാണല്ലോ സങ്കല്പം, അല്ലേ? എങ്ങനെയായിരിക്കും, എങ്ങനെയാണെന്നുള്ളതിന് ക്ലാരിറ്റി ഇല്ല. അല്ല, ഞാൻ പറയാം. ഞാൻ ചിന്തിച്ച അവസ്ഥ പറയാം. എനിക്ക് എല്ലാവരും അംഗീകരിക്കണമെന്നില്ല, അല്ലെങ്കിലും എല്ലാവരുടെയും അംഗീകാരമല്ല എനിക്ക് ആവശ്യം. ഞാൻ എൻ്റെ ചിന്തകളാണ് പറയുന്നത്. അതിൽ ആത്മാവെന്ന് പറയുന്ന സംഗതി, ശരീരമെന്ന് പറയുന്ന സംഗതി വിഘടിച്ചു പോകും. മണ്ണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് മാംസം ഭൂമി കൊണ്ടുപോകും, രക്തം അത് ജലത്തിൻ്റെ അംശമായിട്ട് മാറും, അസ്ഥികൾ ആകാശത്തിൻ്റേതായിട്ട് മാറും, ബുദ്ധിയും ജ്ഞാനവും എന്നൊക്കെ പറയുന്നത് അഗ്നി തന്നെ വിഴുങ്ങും,
അങ്ങനെ അങ്ങ് മാറിപ്പോവും അതെല്ലാം. ആത്മാവെന്ന് പറയുന്നതും ഈ ശരീരം പോകുന്നതോടുകൂടി തന്നെ പ്രപഞ്ചത്തിലേക്ക് അങ്ങ് ചെറിയ ചെറിയ കണങ്ങളായിട്ട് അങ്ങ് വിഘടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ആത്മാവ് വിഘടിക്കും എന്ന് പറയുന്ന ഒരിടത്തും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. വിഘടിച്ചു പോകുന്നത് കൊണ്ടാണ് വീണ്ടും ജന്മം ഉണ്ടാകുന്നത്. ഈ ജീവന്റെ തുടിപ്പ് പ്രപഞ്ചം മുഴുവനും ഉണ്ട്. എന്ന് വെച്ചാൽ ഒരവസ്ഥയിൽ നിൽക്കുന്ന ഭൂമിയുടെ തന്നെ ഒരവസ്ഥാന്തരം പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ശ്വാസമില്ല, അല്ലെങ്കിൽ അതില്ല. ആ ഇതനുസരിച്ച് അവിടെ ജീവകണങ്ങളുണ്ട്. ഈ ജീവകണങ്ങളെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞ നേരത്തെ സന്യാസിമാർ പറഞ്ഞ 4 ജന്മങ്ങൾ വരുന്നത്. അണ്ടജവും ഉൽബിജവും ഉഷ്ണിജവും സ്വേദജവും. ഈ കണങ്ങൾ, ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ അണ്ടജത്തിൽ വന്ന ആളുകൾ, ഒരു ഉദാഹരണമാണ് പറയുന്നത്, അതിൻ്റെ പിന്നാലെ പോകരുത്, ഒരു ഉദാഹരണമാണ്. നല്ല ഒരു മഴ പെയ്തു, ഒരു വിത്തിൻ്റെ പുറത്തേക്കാണ് അത് വീണത്. അതെ, നമ്മൾ പാടത്തിട്ടിരിക്കുന്ന ഒരു വിത്ത്, നെല്ലിൻ്റെ വിത്ത്. ആ നെൽവിത്തിലേക്ക് ആ വെള്ളം വീണപ്പോൾ അതിൽ ജീവനുണ്ടായി. ജീവൻ്റെ ഇത് വന്നു, മണ്ണിൻ്റെ ഇതും വെള്ളത്തിൻ്റെ ഇതെല്ലാം കൂടി ചേർന്ന് വളങ്ങളൊക്കെ ചേർന്ന് അതൊരു നെല്ലിൻ്റെ ചെടിയായി മാറി. ഈ നെൽച്ചെടിയിൽ നെല്ലുണ്ട്. ചെടിയാവുന്നത് മുഴുവൻ കോശങ്ങളാണ്, നെല്ലാവുന്നത് മുഴുവൻ കോശങ്ങളാണ്. ചെടിയല്ലാതെ ഈ ഒരു ജീവൻ്റെ അംശം ഒരു നെല്ലിൻ്റെ രൂപത്തിലായിരിക്കട്ടെ. അത് ആ കർഷകൻ അത് അടിച്ചുകൊണ്ടുവന്ന് ആ നെല്ലിനെ പുഴുങ്ങി. അപ്പം നെല്ല് ചെടിയിൽ നിന്ന് വേർപെടുമ്പോൾ ആ നെല്ല് അവിടെ മരിച്ചു, ജഡാവസ്ഥയായി. അതിനെ പുഴുങ്ങി അരിയാക്കി. അതെ, ആ അരിയിൽ ഒരു അരിമണിയുടെ ഒരു അംശമായിട്ടാണ് ഈ ജീവാത്മാവ് നിൽക്കുന്നത്. അതെ അല്ലേ? ആ അടിച്ച് കൊണ്ടുവന്ന് അരിയാക്കി ആ അരിയെ പൊടിച്ചു, അല്ലെങ്കിൽ ആ അരിയെ അരച്ചു. അതിൻ്റെ കൂടെ തന്നെ ഉഴുന്നും അരച്ചു. ഈ അരച്ച അരിമണിയിൽ ഒരംശം ജീവാത്മാവായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഇഡ്ഡലിയായിട്ട് കഴിച്ചു. അതെ, ഇഡ്ഡലിയായിട്ട് കഴിച്ചത് രക്തമായിട്ട് വന്നു. രക്തമായിട്ട് വന്നത് മറ്റ് അവസ്ഥാന്തരങ്ങളിലൊന്നും തന്നെ നിങ്ങൾക്ക് മലാംശമായിട്ട് പോയില്ലെങ്കിൽ, വേർപ്പായിട്ടോ രേതസ്സായിട്ടോ ഇപ്പം നമ്മൾ മൂക്കള കണ്ണിര ആയിട്ടൊന്നും പോയില്ലെങ്കിൽ, അത് ബ്ലഡിലേക്ക് കയറിയെങ്കിൽ, ആ ബ്ലഡ് ഒരു ബീജമായെങ്കിൽ, ആ ബീജം ഒരു അണ്ടവും വേറെ ഒരു ഇതായിട്ട് ചേരുന്ന സമയത്ത്, ഒരു കണക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ബീജങ്ങളിൽ ഒരു ബീജമായി മാറിയെങ്കിൽ, ആ ഒരു ബീജം അണ്ടത്തിലേക്ക് കയറിയെങ്കിൽ, നിങ്ങൾ വെരി വാസ്റ്റ് സബ്ജക്റ്റ്, പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊരു മനുഷ്യനായിട്ട് ജന്മമെടുക്കുന്നു. അറിയില്ല കർമ്മമുണ്ടോ, അവിടെയും കർമ്മം വിഷയമാണ്. ഇപ്പൊ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന ആൾ മരിച്ചു പോകുന്നു, കർമ്മമാണത്. അതെ അതെ. അവിടുന്ന് നമ്മളൊരു 9 മാസത്തോളം അമ്മയുടെ ഗർഭാവസ്ഥ കിടന്ന് ഇനി നമുക്ക് അവിടെ വളരാൻ പറ്റാത്തതുകൊണ്ട് പ്രകൃതി തന്നെ നമ്മളെ പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾ പ്രകൃതിയിലേക്ക് ജനിച്ചു വീഴുന്നു. ഒരു പ്രോസസ്സ് അതാണ്. അത് അണ്ടജമായിട്ടുള്ള ജന്മമാണ്. ഈ അണ്ടജമായിട്ടുള്ള ജന്മം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? നിങ്ങൾക്ക് കിട്ടിയത് ഇഡ്ഡലി കഴിച്ചപ്പോഴാണ് ഒരു ബ്ലഡ് ആയത് വന്നതാണ്. ഇഡ്ഡലിക്ക് മുമ്പേ എവിടെ പോയി? നമ്മൾ പ്രകൃതിയിലേക്ക് പോയി. അതെ, നെല്ലായിട്ട് വന്നു. നെല്ലിന് മുമ്പേ എന്തായിരുന്നു? അതൊരു വിത്തായിരുന്നു. ആ വിത്ത് വേറൊരു നെൽച്ചെടിയുടെ വിത്താണ്. അവിടേക്ക് ജനനം വന്നത് നിങ്ങൾ ഈ പറഞ്ഞ മഴ പെയ്തതിന് ശേഷം അതൊരു ജന്മമായിട്ട് വരികയാണ് ചെയ്തത്. അതാണ് സ്വേദജം. ഇതുപോലെ തന്നെയാണ് എല്ലാത്തിലും നടക്കുന്നത്. ഈ സംഭവം ഒരു കിളി കൊത്തി തിന്നു കഴിഞ്ഞാൽ കിളിയുടെ രാസപ്രവർത്തനങ്ങളിൽ കൂടി ഇതൊരു മുട്ടയായി മാറി, മുട്ടയിലെ അണ്ടമായിട്ട് മാറി, അത് പുറത്തേക്ക് വരുമ്പോൾ അത് ഉൽബീജമായി. ഇതേ സംഭവം തന്നെ നിങ്ങളൊരു വൈറസ് ആയിട്ടാണ് ജനിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബ്ലഡിൽ തന്നെ കയറി അതൊരു ബാക്ടീരിയ ആയിട്ട്, ഇപ്പം നമ്മുടെ ശരീരം നോക്കി അറിയാം, ഇതെല്ലാം കോശങ്ങളാണ്, എല്ലാം കോശങ്ങളാണ്. ഈ കോശങ്ങളിലുണ്ടാകുന്ന ബാക്ടീരിയയും വൈറസും ഇങ്ങനെ വിഘടിച്ചിട്ടാണ് അവർ. ഇപ്പം നമ്മളിപ്പോൾ പനി നോക്കുകയാണ്, നമുക്ക് 99 ഡിഗ്രി അല്ലെങ്കിൽ 100 ഡിഗ്രി പനി ഉണ്ടെന്നിരിക്കട്ടെ. ഈ പനി നമ്മൾ ജ്വരമായി മാറും, 101 ഡിഗ്രി കഴിയുമ്പോഴത്തേക്ക് അത് ജ്വരമായി മാറുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ ഒന്നുകിൽ വൈറസ് കൂടി, വൈറൽ ഫീവറാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ കൊറോണ എന്ന് പറഞ്ഞാൽ വൈറൽ ഫീവറാണ്. ഈ വൈറൽ ജനിക്കുകയാണത്, അതൊരു ജനനമാണ്, ഉഷ്ണിജമായിട്ടുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ ബോഡിയിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ സാധനം വിഘടിച്ച് ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ മരണത്തിന് വരെ കാരണമായേക്കാം ഈ വൈറസ്. ഇയാളെ ഇയാളെ അവിടെ തടുക്കാൻ ആളില്ലെങ്കിൽ, മറ്റ് വൈറസുകളില്ലെങ്കിൽ. അപ്പോൾ ഈ വൈറസ് ആയിരിക്കുന്നത് നിങ്ങളുടെ മരണത്തിന് വരാതെ കാരണം അതും കർമ്മമാണ്. അപ്പോൾ ഈ ജനനവും ഒരു ജന്മം തന്നെയാണ്. ആചാര്യന്മാർ പറഞ്ഞേക്കുന്നത് ഈ 4 ജന്മങ്ങളാണ്.
ഇപ്പം ഇതിൽ നമ്മളിപ്പോൾ നോർമലി ഒരാൾ ചിന്തിക്കുകയാണ്, എനിക്ക് അടുത്ത ജന്മം ഒരു ബ്രാഹ്മണനായി തീരണം, അടുത്ത ജന്മം എനിക്കൊരു അംബാനിയായി തീരണം, അടുത്ത ജന്മം എനിക്കൊരു മോഹൻലാലായി തീരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ചിന്താഗതിയും ആ ചിന്താഗതിയുമായിട്ട് യോജിക്കുമോ? ഒരിക്കലുമില്ല.